ചെകുത്താൻ എന്ന കൊടും കുറ്റവാളി ഒളിവിൽ പോയതിനു ശേഷം കേരളമെമ്പാടും ഊർജിതമായ അന്വേഷണം നടത്തി ചെകുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് അതിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടവരുണ്ടാകും. ഒരു ദിവസം മുഴുവനും അന്വേഷണം. അവസാനം ജാമ്യത്തിൽ വിട്ടയക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു ദിവസമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്തോ കുറ്റം ചെയ്ത ആളാണ്, ഞാൻ എന്തോ വാക്ക് ഉപയോഗിച്ചെന്ന്. വാക്കെന്നൊക്കെ പറയുന്നത് ഭയങ്കര വാക്കാണ്. 2,43,000 ക്രൈംസ് ആണ് ജൂലൈ ആയപ്പോഴത്തേക്കാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്ക്. അതിനകത്ത് ഓരോ ക്രൈംസിന്റെ ഇപ്പൊ മിസ്സിംഗ് കേസസ് ഏതാണ്ട് എത്ര 2 ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയായി മിസ്സിംഗ് കേസസ് ഇന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ടറിയാം. ഞാനത് ഓർക്കുന്നില്ല. ഒരു കൊച്ചിനെ കാണാതായെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മീഡിയ എല്ലാം നടക്കുന്നുണ്ട്. അത് ഏതാണ്ട് 6,000 മുകളിലാണ്. 6,000 കുട്ടികളോ 63,000 അങ്ങനെ കണ്ട കണക്ക്. അപ്പോൾ 2,43,953 അങ്ങനെ കണ്ട കേട്ടോ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്രൈം കേസസ് രജിസ്റ്റേർഡ്. ഇനിയിപ്പോൾ ഓരോ സ്റ്റേഷനിൽ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഇവർക്ക് സാലറി, പെട്രോൾ അടിക്കാൻ കാശില്ല പോലീസിന് എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇത്രയേറെ കേസുകൾ അന്നത്തെ ദിവസം തന്നെ എത്ര ക്രൈംസ് ഇവിടെ നടന്നു കാണും. അന്ന് തന്നെ ആരെങ്കിലുമൊക്കെ കാണാതായി കാണത്തില്ലേ? അന്ന് ഏറ്റവും പ്രാധാന്യം നൽകി എന്തോ യൂട്യൂബ് ചാനൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നാ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. ഇവർ ഈ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അത്രയേറെ സമയം, വലിയൊരു യാത്ര, കള്ളക്കഥകൾ എന്തെല്ലാം കണ്ടു. 2,43,000 എന്റെ പേര് കാണത്തില്ല. ആ കേസ് ഇല്ല അതിനകത്ത്. ക്രിമിനൽ കേസസ് രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ് കേട്ടോ, കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ തന്നെയാ. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് കുറെ എണ്ണം കൈയടിക്കുന്നു. നിന്റെയൊക്കെ വീട്ടിൽ നിന്നാലും കാണാതായിട്ടുണ്ടോ നീ നോക്കിയോ? നിന്റെ കുടുംബത്തിലുള്ളവരാരും പോയോ നിനക്കറിയാവോ? നിന്നോടൊക്കെ ഇവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ചെയ്തോ? ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നൊക്കെ നീ ചിന്തിച്ചോ? ചെകുത്താനെ കൊണ്ടുപോകണം, അവനെ അടച്ചിടണം, അവനെ അകത്താക്കണം. എന്തൊക്കെയായിരുന്നു ബഹളം. ഇപ്പൊ ഈ 2,43,000 ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന തന്നെ എത്ര കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. 2 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരു 3 പേര് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരാളാണ് ക്രിമിനൽ 1 ആവാൻ ചിലപ്പോൾ 5 ആയെന്നിരിക്കാം. പക്ഷെ അങ്ങനെ എടുത്താൽ തന്നെ എത്ര ലക്ഷം ആളുകളെ ബാധിച്ച ഇത്രയും വലിയ പ്രശ്നങ്ങൾ, ക്രൈംസ്. അതിനെയൊക്കെ അങ്ങോട്ട് അവഗണിച്ച് മാധ്യമങ്ങളും ഈ പറയുന്ന പോലീസും എല്ലാം ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ട് അജു അലക്സ് എന്ന ഒരു എന്റെ പേരിലൊരു കേസും വേറെ ഇല്ല. ഒരാളെയും വഞ്ചിച്ച കേസില്ല. ഒരു പെണ്ണും എന്നെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. തല്ലുണ്ടാക്കിയിട്ടില്ല. പണത്തട്ടിപ്പ് നടത്തിയിട്ടില്ല. ആരെയും തല്ലിയിട്ടില്ല. പട്ടിയെ പോലും തല്ലാറില്ല. കല്ലെടുത്തെറിയാറ് പോലും ഇല്ല. ചില്ല് പോയി കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് നിലത്ത് വീണ് പൊട്ടിയിട്ട് കുറച്ച് ആളായി. ഞാൻ ആലോചിച്ചിട്ട് അതും ഇല്ല. പിന്നെ റാഷ് ഡ്രൈവിംഗ് ഇല്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ വീഡിയോയിൽ എവിടെയോ 1-2 പ്രാവശ്യം ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവനും പോലീസ് സ്റ്റേഷനിലും പോലീസ് ജീപ്പിലും പോലീസ് ഏമാന്മാരുടെ കൂടെ യാത്രയും സംസാരവും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഈ 2,43,000 കേസിനെ പറ്റി എന്തിനു പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ? അത് ആ കേസിൽ എന്റെ കേസ് തൊട്ട് ഇല്ല. താൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ? എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? ട്രൈപ്പോഡും ഗിംബലും മാരകായുധങ്ങളൊക്കെ അങ്ങോട്ട് വന്ന്. വേറെ ഒറ്റ കേസ്, ഇത്രയും കേസ് ഇവിടെ നടന്നെന്നുള്ള 2,43,000 കേസിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടോ? പോലീസുകാരെടുത്ത് പ്രചരിപ്പിച്ച ഫോട്ടോ, ക്രിമിനൽ കേസിലുള്ളവരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം മാത്രം കൊടുത്തുവിടേണ്ട വകുപ്പുകൾ നിലനിൽക്കെ ആ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? 2 ലക്ഷം ഫോട്ടോ വരണം. 2,43,953 സംതിങ്, അങ്ങനെ അതിന്റെ കറക്റ്റും തോന്നും. ജൂലൈയിൽ വരെ ഉള്ളത്. ചിലപ്പോൾ ഇനി ഇപ്പൊ ഇത് ഓഗസ്റ്റ് ഒക്കെ ആണ്. ചിലപ്പോൾ അടുത്തതിനകത്ത് എന്റെയും വരുമായിരിക്കും. കൊടും കുറ്റവാളി ഒളിവിൽ പോയി, എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ഈ 2 ലക്ഷം കേസും തെളിയും. ഇതാണ് മാതൃകയെങ്കിൽ ഇവിടെ നീതി ലഭിക്കും. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നില്ല. കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ആവോ? ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. കേസ് പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ വേറെ. പിന്നിപ്പതേ വലിയ റിപ്പോർട്ടൊക്കെ ഇട്ട് കളിക്കുന്നു. കുറ്റവാളികൾ ഉണ്ട്,
പക്ഷേ ആർക്കും അറിയത്തില്ല. വേട്ടക്കാരനും ഉണ്ട്, വേട്ടമൃഗങ്ങളും ഉണ്ട്, ഒരുപാട് വേട്ട നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആർക്കും അറിയില്ല. അവരാരാന്നൊന്നും പറയരുത് കേട്ടോ, അങ്ങനൊന്നും പറയല്ലേ. അവരുടെ ഒന്നും പടം ഇങ്ങനെ എടുത്തിടരുതേ, അവരുടെ ഒന്നും പടം എടുത്തിടാൻ നമുക്ക് പറ്റത്തില്ല. ചില വാക്കുകൾ തെറ്റിപ്പോയാൽ അവരുടെ പടം വരും. വളി എന്ന് പറഞ്ഞാൽ വരും. കഴിഞ്ഞ ദിവസം ഫ്രീമാൻസ് പോയിന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ചക്ക എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചിട്ട് അവർ പറഞ്ഞതാ ചക്ക എന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ലേ ഇവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന്. പോലീസുകാരെ നിങ്ങൾ മുഴുവൻ അറിയണം. ഇവിടെ ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടതും പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. അതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വേഷം? അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ നിയമവ്യവസ്ഥിതികൾ മൊത്തം കയ്യും കെട്ടി നോക്കി നിൽക്കുവാണ്. മറ്റേ ഇതിനകത്ത് ത്രാശം പിടിച്ച് നിൽക്കുന്ന പോലെ കണ്ണ് കെട്ടിയിട്ട് അങ്ങനത്തെ അവസ്ഥയാണോ? കോടതിയിലൊക്കെ ഞാൻ ചെന്ന് ഇനി എന്ത് പറയും? ഞാൻ അങ്ങനെയല്ല, ഇത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ട്. മറ്റേ കേസുകളൊക്കെ ഇത് സമയം കളയരുത് കേട്ടോ, ഇങ്ങനെ സമയം കളയരുത്. പ്രാധാന്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മീഡിയ ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോഴാണെങ്കിലും കണ്ടില്ലേ, ഇനി വീണ്ടും വരണമെന്ന് ഈ ഇരകളെല്ലാം കൂടെ. അതെന്തൊരു മനുഷ്യത്വരഹിതമായ വർത്താനാണ്. അവർ പറഞ്ഞു റിപ്പോർട്ടുണ്ട്, ചുമ്മാ വന്നിട്ട് സിനിമയിൽ അങ്ങനെയുണ്ട് ഒരു പ്രമുഖൻ എന്നാണോ അവർ പറയുന്നത്? അല്ലല്ലോ, അവരുടെ എല്ലാം പേരുകൾ കൃത്യമായിട്ട് കിട്ടിയില്ലേ? ആർക്കാ ഇത് കിട്ടിയേക്കുന്നേ? എനിക്ക് തന്നാ പോലും ഞാൻ പറഞ്ഞേനെ ഇതാരാന്ന്. ഇരിക്കുക ചെറുത്താനെ പിടിക്കാനും ചക്ക എന്ന് പറഞ്ഞവനെ പിടിക്കാനും വളി എന്ന് പറഞ്ഞവനെ പിടിക്കാനും. ഇതൊക്കെ ഒരു മിടുക്കാണെന്ന് വിചാരിക്കരുത്. വല്ല യൂട്യൂബ് ചാനലിലോ റീൽസിലോ ഒക്കെ മോൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടുപിടിക്കും. നല്ല രീതിയിലൊക്കെ ഇത് ചെയ്യാം. എല്ലാവർക്കും ഇപ്പം അങ്ങ് സ്റ്റൈലിൽ നടന്നാൽ മതി. എങ്ങനെയൊക്കെ വാർത്തകളിൽ വരണം, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയെന്ന്. 2,43,543 കേസുകളിൽ നിന്നും ഒരേ ഒരു ഫോട്ടോ. ഭയങ്കരം തന്നെ. ഇതൊക്കെ ചെയ്യാനൊരു അല്ലേ, എങ്ങനെ സാധിക്കുന്നത്? ഈ 2 ലക്ഷം കേസിൽ പെട്ടവന്മാരുണ്ടല്ലോ, ഈ ക്രൈം ചെയ്തെന്ന് പറഞ്ഞവര്, അവര് പോലും ചെയ്യത്തില്ല അങ്ങനെ. ഇതൊന്നും അറിയാതെ മാധ്യമങ്ങൾ എല്ലായിടത്തും ചെന്ന് കയറുന്നവരാണ്. രാത്രിയും പകലും ഒന്നും ഇല്ല ഇരിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ പരസ്യം കാണണം, നേരോടെ നിർഭയം, 24 മണിക്കൂറും കണ്ണും നട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടാഗ്ലൈനൊക്കെ അടിച്ചു വെച്ചേക്കുന്നതാണ് ഓരോ ഇതിനകത്ത്. അവർ പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടത്തരമൊക്കെ കാണിക്കുന്നതിനകത്ത് പോയി ചെന്ന് കയറുന്നതാണ്. ഇപ്പതേ ഒരു റിപ്പോർട്ട്, ഇനി വീണ്ടും വരണമെന്ന നടികളൊക്കെ കൂടെ അല്ലേ ഇതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാം വീണ്ടും പോണോ? എത്ര പ്രാവശ്യം അവരെ കൊണ്ട് പറയിക്കും? അതിനൊരു കുഴപ്പമില്ല, വീണ്ടും പറഞ്ഞോളെ. അതെന്താ ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറയുന്നതെന്നുള്ള പ്രശ്നം വല്ലതുണ്ടോ? എനിക്കറിയത്തില്ല ഇവരെന്തോ ഉദ്ദേശിക്കുന്നു, ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തിനു മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്? ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നത്? ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയേണ്ട ഒരു സ്ഥലമാണോ ഇത്? അത് അങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞാൽ പോരാ, വേറൊരു പ്രാവശ്യം കൂടെ പറയാൻ വരാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ. അപ്പൊ എല്ലാവരും വരുമോ? ഇത്രയും കണ്ടിട്ട് ഇനി ഒരാൾ പോലും ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല. ഒരാൾ പോലും ഇനി പീഡിപ്പിച്ച് എന്തൊക്കെ സംഭവിച്ചെന്നാലും മിണ്ടാൻ നിൽക്കത്തില്ല. കാരണം അതുപോലെ പേടിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ ഇത്രയും വലിയ പരാതി ഇതുപോലെ വലിയ കമ്മീഷനും വെച്ച് ഗവൺമെന്റ് കോടികൾ മുടക്കി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി പീഡിപ്പിച്ചാൽ ആരും മിണ്ടരുതെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ പേര്. അതിന് പൈസ ഒന്നും മുടങ്ങാം. പീഡിപ്പിച്ച് ആരും വന്നൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പ്രമുഖൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വാർത്തയിലൊക്കെ ഇട്ട് ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചിട്ട് വിടും, നിർത്തും. ഇതിലും ഭേദം അവർ പറയാതിരിക്കുന്നത് അല്ലേ? ഇതിപ്പോ നിരപരാധികളായ ആൾക്കാരുണ്ട്, സിനിമാ പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ അല്ല. അവരെ കൂടെ നാണം കെടുത്തി എല്ലാവരും അങ്ങ് പീഡിപ്പിക്കുന്നവരെ പോലെ. ഇപ്പൊ ആരാന്നറിയത്തില്ല. 15 പേരുടെ ഒരു ബില്ല് ലിസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ടോപ്പ്. ബാക്കിയുള്ളവരാരൊക്കെയാ? ഇപ്പൊ കുറച്ച് ആണുങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് പറയുന്ന കേട്ട് മമ്മൂട്ടി പീഡിപ്പിച്ചെന്നല്ല, മമ്മൂട്ടി അവസരങ്ങൾ കൊടുത്തില്ലെന്നാണ്ട് പറഞ്ഞുകൊണ്ട്. അതും ഒരു തരത്തിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും, മെന്റൽ ടോർച്ചർ, പീഡനം, മാനസിക പീഡനം. അതുകൊണ്ടൊരു വാർത്തയാ. അതുപോരാ, അതിവിടെ എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ട്. അത് മോശമല്ല ഞാൻ പറഞ്ഞത്, തെറ്റായിട്ടൊന്നും പറയാനില്ല. പക്ഷെ ഇതിനു മുമ്പ് വന്ന അവിടെ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ആൾക്കാരെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിലോട്ടൊന്നും മാറ്റിക്കൊണ്ട് പോകരുത്. തൽക്കാലം ഒന്ന് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് മാനസിക പീഡനക്കാർക്ക്.
ഇനി അവർ വന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേറെ നാളെ വല്ലവരും വന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓരോ ദിവസം ഓരോരുത്തരും ഒന്ന് പറയുന്നത് നല്ലതാണ്. അതും അങ്ങനെ ആലോചിച്ചാൽ അതും ശരിയാ, കുഴപ്പമില്ല. പറ, എങ്ങനെയാലും ഇവരെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നല്ലാതെ ഇവിടെ എല്ലാ വാർത്തയും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കണ്ട് വായും വിളിച്ചിരിക്കുന്നതല്ല. നിങ്ങൾക്കൊന്നും ഒരു കരുതലുമില്ലേ? ഞാൻ ഈ സാധാരണക്കാരോട് സംസാരിക്കുന്നത്. ഇവിടുത്തെ മുകളിലോട്ടൊന്നും പറയുന്ന പരിപാടി നിർത്തി, അതൊന്നും കാര്യമില്ല. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ എവിടെ പോയി പെട്ടിട്ട് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, പ്രതികരിക്കൂ. ഈ പറയുന്നവരാരും സുരക്ഷിതരുമല്ല. അവരെ ആരും സംരക്ഷിക്കുമോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ പുറകെ വെറുതെ ഏതാണ്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമയമില്ല. അതിനപ്പുറത്തിരുന്ന വേറെ പിടിച്ചോണ്ട് പോയിട്ട് ചക്കെന്ന് പറഞ്ഞെന്ന് വിളിച്ചു വരുത്തിയേക്കുന്നു. ഓഹ്, അത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇത്രയും വലിയൊരു വിഷയം അറിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞു, ഈ വിളിച്ചു വരുത്തിയ പോലീസുകാരും അറിഞ്ഞു, എന്നിട്ട് അവര് പിന്നെയും വിളിച്ചേക്കോ, ആരോ വിളിച്ച് പറഞ്ഞെന്ന് ചക്കയെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഉടനെ വിളിച്ചേക്കോ സ്റ്റേഷനിലോട്ട്. എന്തൊരു നാണക്കേടായിപ്പോ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നേ? ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ആരെങ്കിലും ഒരാളുണ്ടോ? നിയമപാലകരെ, നിങ്ങൾക്ക് എന്താ പറ്റാത്തെ? ആരെയാ പേടിക്കുന്നേ? അങ്ങനെയൊന്നും സാധ്യമല്ലേ? ഇതിനകത്ത് റിപ്പോർട്ട് ഇങ്ങനെ പോരെ, ഇതിനകത്ത് എഫക്റ്റ് ഇല്ല, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. കഥ വായിക്കുന്ന പോലെ ഇരുന്ന് വായിക്കാനാണ്. വേറെ എന്തെല്ലാം കഥകൾ ഇവിടെ ഉണ്ട്. ഇതിനുമാതിരി ബിഗ് ബോസിലൊക്കെ കണ്ട പോലത്തെ എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും നടന്നിട്ടില്ല. എന്തിനും ഇതൊക്കെ അറിയേണ്ട കാര്യം? ഇത് ആർക്കും അറിയാത്തതെന്ന് ചോദിക്കും. ഇതല്ല ഇതിന് അപ്പുറത്തെ സാധനം എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരെണ്ണം കേട്ടു. ഒന്നല്ല, ഒരു 2-3 പെണ്ണുങ്ങൾ ഇതുപോലെ വിളിച്ചിട്ട് പറയാം, ഓരോ സ്ഥലത്ത് കിട്ടുന്ന ഓരോ അവസ്ഥകൾ കേട്ടിട്ട് കഷ്ടം തോന്നും. ഇതെന്താ ഇങ്ങനെ ആയത് മനുഷ്യരെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവനൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യര് ഇങ്ങനെ നടക്കുക പുറകെ. അതോ ഇങ്ങനെ എന്നിട്ട് ആറാട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ ഇവിടുത്തെ മോശക്കാരല്ല എല്ലാവരും വിചാരം. അയാളൊന്നുമില്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അല്ലാതെ ഇങ്ങനത്തെ പിടിച്ച് പേടിപ്പിച്ച് വരട്ടലും ആരെയും ഉപദ്രവിക്കുന്നില്ല. അത് പറഞ്ഞിട്ട് പോയ ആളെ തല്ലിക്കൊല്ലാൻ 1000 പേരോടുണ്ട്. അയാൾക്ക് വഴിയിൽ നടക്കാൻ പറ്റുന്നില്ല, അടി കിട്ടുന്നു, പാവം പിടിച്ചൊരു മനുഷ്യൻ. ഇവരൊക്കെ ആർക്കെങ്കിലും ഈ ആറാട്ടനെ പിടിച്ചവനോ ആറാട്ടനെ വിളിക്കുന്നവനോ ചെന്നിട്ട് ഇതേപോലത്തെ ആരെങ്കിലും ഒരാളെ പിടിക്കാൻ പറ്റും? ഇവിടുത്തെ ഭയങ്കര സദാചാര കൊണ്ടാഴ്ച നടക്കുവാന്നവരുടെക്ക് മറൈൻ ഡ്രൈവിലൊക്കെ ഇരുന്ന പിള്ളേരെ ചൂരവടി എടുത്ത് അടിക്കാൻ വരുന്നു. പലയിടത്തും ഇരിക്കുന്ന കാമുമാരുടെ ഇടയിലോട്ട് ഇടിച്ചു കയറുന്നു. പിങ്ക് പോലീസ്. അവർ എന്നിട്ട് ഇറങ്ങി നടന്ന് അവിടെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചെന്നിടെ കയറുന്നു. ഒരിടത്തും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല, കെട്ടിപ്പിടിക്കരുത്, ഉമ്മ കൊടുക്കരുത്, എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നു. അവിടെ എല്ലായിടത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ പലതരത്തിലുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പീഡിപ്പിച്ചെന്നോ ബലാത്സംഗം ചെയ്തെന്നോ ഒന്നും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്നേ. അതൊക്കെ എന്തിനാ നമ്മൾ തന്നെ? മറ്റേതല്ലേ പ്രശ്നം. വീട്ടിൽ വിളിക്കുന്നു, ചെറുപ്പക്കാരെയൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിന് മുന്നത്തെ കാലഘട്ടം ഇതിലും മോശമാണ്. അന്നാണ് ഈ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നത് കേട്ടോ കൂടുതൽ. ഹോ, സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറാൻ മിടുക്കും. ഇതിന് വല്ലാത്ത ജീവിതം തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും അത്രയും അങ്ങ് ഉപദ്രവിക്കാതിരുന്നാലും മതി. ഇതും ഇല്ല. എവിടെയെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കണമല്ലോ അല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ കിട്ടുന്ന ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരെയൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ഒരാള് തൊപ്പി, ഒരാള് ചെകുത്താൻ, ഒരാൾ ആറാട്ടണ്ണൻ, ഒരാള് ഫ്രീമാൻസ് പോയിന്റ്. കേരളം കണ്ട ഭയങ്കര സാമൂഹ്യ വിരുദ്ധർ. ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ ഒരുത്തൻ വളയെന്ന് പറഞ്ഞു, വേറെത്തൻ ചക്കയെന്ന് പറഞ്ഞു, വേറെത്തൻ മാങ്ങയെന്ന് പറഞ്ഞു. അവന് വേർത്തുണ്ട്, ഭയങ്കര കൊള്ളസംഘം ഒരുത്തനുണ്ട്. വെള്ളം കടത്താൻ ശ്രമിച്ചു കാറിനകത്ത്. ഭയങ്കര കുറ്റകൃത്യങ്ങളാണ്. ഹെൽമെറ്റ് വെച്ചില്ലേ പ്രശ്നം, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ പ്രശ്നം. എന്തൊക്കെ അറിഞ്ഞു വേണം ഇവിടെ ജീവിക്കാൻ. അതൊക്കെ ഭയങ്കര തെറ്റല്ലേ? ഓ, പക്ഷേ ഇതൊന്നും ഒരു തെറ്റല്ല. ഇതൊന്നും നമ്മളറിയണം, നമ്മുടെ വിഷയമല്ല. അവർ വീണ്ടും വീണ്ടും വന്ന് പറയട്ടെ. ഒന്ന് പറഞ്ഞാൽ പറയട്ടെ, 3 പ്രാവശ്യമെങ്കിലും പറയണം. എന്നാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇതൊന്നും പിന്നെ ഇതൊരാൾക്ക് പറ്റിയ സംഭവമല്ല. ഇവിടെ ഒത്തിരി പേർക്ക് പറ്റിയാന്ന് പറഞ്ഞാൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇതിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് തുടരാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് തുല്യമല്ലേ? കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് പഠിക്കുന്നവർ. എന്തൊരു ബോധമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? ഇതാണോ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം? ശരിയാ, ചക്ക മാങ്ങ തേങ്ങ എന്നൊന്നും പറയരുത്. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം. കണ്ടില്ല, അവരുടെ ഒന്നും പേര് പോലും വരത്തില്ല. മറ്റവൻ്റെയൊക്കെയാണ് ഫോട്ടോ അടക്കം വരും. അപ്പൊ ഇതിലേതാ ചെയ്യാൻ കൊള്ളാവുന്ന പണി? കുട്ടികൾക്ക് കണ്ടു വളരുന്നതല്ലേ ഇത്? കുട്ടികൾ കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. പിള്ളേരൊക്കെ ഇങ്ങനെ തെറിയൊക്കെ കേട്ട് പഠിക്കുവാന്ന് യൂട്യൂബിലൊക്കെ. ഇതൊന്നും കണ്ട കുട്ടികൾക്ക് പിന്നെ മനസ്സിലാകത്തില്ല. എന്താ പീഡനം എന്താണ്, ചൂഷണം എന്താണ്, അടിച്ചമർത്തൽ എന്താണ്, വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്താണെന്ന് അവർക്കറിയത്തില്ലല്ലോ അല്ലേ?
അതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കിനും അവർ തെറിയൊക്കെ പഠിച്ചു കാണും. പിന്നെ ഇനി അവരത് പറഞ്ഞത് വലിയ വലിയ കുറ്റങ്ങളാണ് കേട്ടോ, ഈ നാട്ടിലെ വലിയ കുറ്റങ്ങളാണ്. ഇത് ശരിയായില്ല. ഇതിലും ഭേദം ഒരു ലൈസൻസ് കൊടുക്കുന്നു എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഇനിയും സമയമുണ്ട്, മുന്നോട്ട് വരണം. കാരണം സ്ത്രീകൾക്ക് ഇനി അത് സംഭവിക്കാതിരിക്കാൻ എനിക്കൊരു സ്ത്രീയെയും പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. ഒരാളോടും ഒരാവശ്യമില്ലാത്തൊരു പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പറയുന്നത്. ഇതിനൊന്നും നിർത്തി കൊടുക്കരുത് മക്കളെ. ആ പരിചയമുള്ള കൂട്ടത്തിലുള്ള കൂട്ടുകാർക്ക് സംഭവിച്ചാൽ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കാൻ. ഇങ്ങനത്തെ നാറികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞാൻ പലയിടത്തും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഇങ്ങനത്തെ പണി കാണിച്ചവന്മാർക്കെതിരെ പോസ്റ്റ് ഇടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, എനിക്കും പറ്റത്തില്ല. ഇതെന്തോ ഇത് ഏത് രീതിയിലാണേലും ഹരാസ്മെന്റ് അത്ര നല്ലതൊന്നും അല്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ എന്തോ സൈബർ ബുള്ളിയാണെന്നോ ഏണ്ടൊക്കെ പറയുന്നത്. ആരെവിടെ ഒരു കാര്യം പറയുന്നത് കേട്ടാൽ ഈ പറയുന്ന ആൾക്കതൊരു ഭയങ്കര വേദന ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് മാത്രമല്ല പങ്കുള്ളത്. ഞാൻ ഇല്ലാത്ത പറഞ്ഞിട്ടുമല്ല. ഒരാൾ അവിടെ ചെന്ന് ചാണകക്കുഴി ചാടിക്കഴിയുമ്പോൾ നീ എന്തിനാണ് ചാണകക്കുഴി ചാടി, നിനക്ക് അപ്പുറത്തൂടെ പോയാൽ അപ്പുറത്തോടെ എന്ത് മറ്റൊരാളെ മറിച്ചോളാം എന്ന് പറയുന്നതിനാ വിഷമമായി. ഇവൻ ചാടിയത് എന്റെ കുഴപ്പമാണ്. ഇവര് ചെയ്തത് അതിലും വലിയ തെറ്റാ. അതിനെക്കുറിച്ച് പറയുന്നതാണ് തെറ്റെന്ന് പിന്നെ വേറൊരു കൂട്ടർ കണ്ടുപിടിച്ചോണ്ട് വരും. ഉടനെ ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടെ കൂടി അത് വലിയ തെറ്റായിപ്പോയി. മറ്റേത് ചെയ്തത് തെറ്റൊന്നും അല്ല, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ പറയാൻ പാടില്ലെന്ന്, അതിനെപ്പറ്റി പറയരുത്, പൊക്കി പറഞ്ഞോണം. ഇവരെയൊക്കെ അങ്ങ് വാഴ്ത്തിപ്പാടാങ്കിൽ സന്തോഷം. അതിന് പൈസയും കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പൊക്കി പറയാൻ. ഇതൊരു ഗതികെട്ട അവസ്ഥ കേട്ടോ. ഈ പറഞ്ഞ സ്ത്രീകൾ ഇനി വരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവർ ചെയ്യേണ്ട അടുത്ത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയും ഒരു നടപടി എടുക്കാനുള്ളൊരു സാധനം കൂടെ ഉണ്ടാക്കുക. എവിടെ ഇനി അതൊരു 5 വർഷം കഴിയും. അപ്പോഴത്തേക്ക് മിക്കവാറും പകുതി പേര് കാണത്തില്ല. ഏകദേശം തീരാറായിരിക്കുക കുറേ എണ്ണം. പണ്ടൊരു കേസ് ഉണ്ടാകുന്ന ഏതോ അച്ഛന്മാരുടെ കേസൊക്കെ, അതിനകത്ത് പല അച്ഛന്മാരും മരിച്ചുപോയി. കേസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പകുതി പേര് ജീവനോടില്ല. അത് അടുത്ത പ്രശ്നം. ഇതിന് ഇങ്ങനെ കാലതാമസം ഉണ്ടാക്കേണ്ട കാര്യമാണോ ഇത്? ഇതൊക്കെ വേണ്ട എത്രയും പെട്ടെന്ന്. അന്നത്തെ ദിവസം ഊർജിതമായ അന്വേഷണം, പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, അന്ന് തന്നെ കൊണ്ടു നടക്കുന്നു, തെളിവെടുക്കുന്നു, അങ്ങനെ തീർക്കാൻ എന്താ പറ്റാത്തത്? എനിക്കൊന്നും ഇത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു. ഈസി ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇച്ചിരി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല. പണിയെടുക്കാൻ വയ്യാത്തവരാണോ ഇവരൊക്കെ? ഇതൊരു പണിയല്ലേ? ഞാൻ അങ്ങനെ വല്ലതും വിചാരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പണി ഇതാന്ന് വിചാരിച്ചിട്ടാണോ നമ്മളൊക്കെ കിടന്ന് ഓടിച്ചിട്ട് പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്താ പിടിക്കാത്ത? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ഒരു വാക്കിന്റെ പുറത്തോ അല്ലെ എന്തോ പറഞ്ഞതിന്റെ പുറത്തോ ആക്ഷൻസ് ഭയങ്കര ഫാസ്റ്റ്. പക്ഷെ ഇതിലൊന്നുമില്ല. പറഞ്ഞു ഇല്ലയോ? ഞാൻ പറഞ്ഞ എന്തോ ഇവർ കേട്ടോ എന്തോ അങ്ങനത്തെ ഒരു വിഷയം ഇത്. മറ്റേത് അങ്ങനെയാണോ? ഇതിനകത്തൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെ ഒക്കെ മക്കളോ പെങ്ങന്മാരോ ഒക്കെ കാണത്തില്ല ഇതുപോലത്തെ കേസിൽ. ഉറപ്പായിട്ടും കാണത്തില്ല. നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഇത് ഈ കമ്മീഷനകത്ത് ആരെങ്കിലും കാണും, ഉറപ്പാ. പട്ടാളക്കാരന്റെ ഏതെങ്കിലും ബന്ധുക്കൾ കാണത്തില്ലേ? പോലീസുകാരന്റെ ബന്ധുക്കൾ ആരും ഇങ്ങനത്തെ ഈ അവസ്ഥപ്പെട്ടില്ലേ? വക്കീലന്മാരുടെ ആരുടെയും ബന്ധുക്കൾ ആരും ഇങ്ങനത്തെ ഈ കമ്മീഷനകത്തുള്ളവർക്ക് ആർക്കും അങ്ങനത്തെ റിലേറ്റീവ്സ് പോലും ഇല്ലേ? അല്ല, അറിയാൻ വേണ്ടി വയ്ക്കുക. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് സ്ത്രീകളുടെ പരാതി ഉണ്ടെന്ന് പറയുന്നു. ആ പരാതിയുള്ള ഒരാളെ ഉള്ളൂ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കസിൻസ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. ഇവിടെ ആരും പോലീസും ഇല്ല, വക്കീലും ഇല്ല, പട്ടാളക്കാരനും ഇല്ല. എല്ലാവരും ഉണ്ട്. ഇത് ഈ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. ഇതല്ലാതെ ഇത് വേറെടുത്തുനിന്ന് വന്ന ആളുടെ കാര്യമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരാരും രാജാവിന്റെ ആജ്ഞയൊന്നും അല്ലെന്നേ. സാധാരണപ്പെട്ട ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലൊക്കെ പെട്ടുപോയ ആൾക്കാർ വരെ ഉണ്ട്. അവർക്കൊന്നും ഒരു വിലയില്ല. പിന്നെയും പറഞ്ഞേക്ക് ഇനിയും പോകണമെന്ന് ഒന്നുകൂടെ വണ്ടിക്കൂലി മുടക്കി അവിടെ വരെ കുറെ കോടികൾ മുടക്കിയ സംഭവമാണ്. ഇതാരാ ചെയ്തത്? എന്തിനാ ചെയ്തത്? ഇതിലും ഭേദം മിണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പോൾ ആകെ പ്രശ്നമായി, കുറച്ചുകൂടെ പ്രശ്നമായി. ഇതിനകത്തിപ്പോൾ വന്ന് പറഞ്ഞ സ്ത്രീകളുടെ സംരക്ഷണം ഇനി ആരേറ്റെടുക്കുമോ എന്തോ. അവർക്കൊക്കെ ഇനി ഇതിലും വലിയ ദുരന്തം സംഭവിക്കുമെന്ന് ആർക്കറിയാം. ഇത് വിടാൻ പാടില്ല. അങ്ങനെ ഇത് അഴിച്ചുവിടേണ്ട സാധനമല്ല. ഇത് ലൂസായിട്ട് എടുക്കേണ്ട സാധനമേ അല്ല. ബാക്കി ഈ പറഞ്ഞ പോലത്തെ കേസിലൊക്കെ ഭയങ്കരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ കേസിന് ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കാൻ കാരണം ഉണ്ടാക്കിയത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ കണ്ടത് ഇങ്ങനെയൊക്കെ കേട്ടോ. അല്ലല്ല, അപ്പോൾ സോറി, തോക്കുമായിട്ട് വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഒരാളുടെ വീട്ടിൽ കയറി ഭവനവേദനം, വധഭീഷണി, മാരകായുധം എല്ലാം കൊണ്ട് നടന്നിട്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ അത് ശരിയാണല്ലോ പറഞ്ഞത്. നമ്മക്കിട്ടേ ഉള്ളൂ, അങ്ങോട്ടില്ല. ഓക്കെ.